ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി. ഞാൻ രാഹുലിൻ്റെ ഇപ്പോൾ അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ രാഹുൽ ഇത്രയും പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തായാലും രാഹുലിന് അതിനുള്ള കഴിവുണ്ട് എന്ന് തെളിയിച്ചതല്ല. ഈ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും രാഹുൽ ഇങ്ങനെ ചെയ്തു. അതും 69 എത്രയോ വയസ്സ് പറഞ്ഞ ഒരു കിളവിയും കൂടി പറഞ്ഞു എന്നാണ് പറയണേ. മറ്റേ നമ്മുടെ ചെന്നിത്തലൻ്റെ അടുത്ത്, UDF ചെന്നിത്തല സാറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെയാണ് പറയണത്. പിന്നെ ട്യൂഷൻ എടുത്ത് അവിടുത്തെ ഏതോ 17-18 വയസ്സായ ഒരു പെൺകുട്ടിനെയും പീഡിപ്പിച്ചു, 2 പെൺകുട്ടികളിനെ. പിന്നെ അവിടെയാണ് കാനഡയിലോ, പിന്നെ നാടക നടിനെ, പിന്നെ കാനഡയിലൊരു പെണ്ണിനെ. മൊത്തം ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകളും രാഹുലിൻ്റെ ആണത്തത്തിന് സാക്ഷിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഏതോ ഒരു സ്ത്രീ പറഞ്ഞല്ല, എന്ത് പീഡനമാണ് രാഹുലിൻ്റെ അതിതീവ്രമായ ഒരു പീഡനം, മുകേഷിൻ്റെ ഇത്തിരി പന്ന പീഡനം. അപ്പോൾ ഇത് എത്ര തരം പീഡനം ഉണ്ടാവോ? എന്തായാലും രാഹുൽ ആണാണ് എന്ന് എല്ലാത്തിലും തെളിയിച്ച ഒരിതാണ്. പക്ഷെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. എന്തെന്നാ ഈ സമൂഹത്തിൽ ഇതൊക്കെ സൈബർ സെല്ല് എന്ന് പറയുന്നത് ഇത്രയും മോശമായ സൈബർ സെല്ലുകളാണ്. ജനങ്ങൾ ഒന്ന് ആലോചിക്കണം. നമ്മളുടെ ഉമ്മൻചാണ്ടി സാറിനെ ഇതുപോലെ ആ പാവം മന്ത്രിയായിരുന്ന പാവത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടി എന്തെല്ലാം അത്രയും പ്രായമായ ഒരു ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞ ഈ സമൂഹം, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിച്ച് ഉമ്മൻചാണ്ടി സാറ് രാജിവെച്ചു. അയാൾ നിരപരാധിയാണെന്ന് തെളിയാൻ വേണ്ടി ഒരു മനുഷ്യൻ, നല്ല ഒരു മനുഷ്യൻ മരിക്കേണ്ടി വന്നു ഈ സമൂഹത്തിൽ. മരിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സാറ് നിരപരാധിയാണെന്നും നല്ലതാണെന്നും അറിയുന്നത്. അതിന് പുറമെ ആ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ അനുഭവിക്കുന്നതും. പക്ഷേ പാവം ഉമ്മൻചാണ്ടി സാറ് അത് കാണാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. തെറ്റ് ചെയ്യുന്നവർ അനുഭവിക്കുന്നത് തെറ്റ് ചെയ്യാത്തവർ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ആത്മാവുണ്ട് എന്ന് പറയുന്നതൊക്കെ വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശിക്ഷ കാണാൻ ഒരു തെറ്റും ചെയ്യാത്ത അവർക്ക് അവകാശമുണ്ട് ഈ ലോകത്തിൽ. ദൈവം അതും കൂടി ഒന്ന് കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഉമ്മൻചാണ്ടി സാറെ പോലെ നിരപരാധി ആണെന്നാണ്. കാരണം ഒരു തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ എല്ലാ സ്ത്രീകളിനെയും, ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, 65 വയസ്സായവരിനെ ചെയ്തു, 17 വയസ്സായതിനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഇനി ഉമ്മൻചാണ്ടി സാറെ വിശ്വസിച്ച ജനങ്ങൾ ഒരിക്കലും ഇത് വിശ്വസിക്കരുത്. കാരണം ശബരിമലയിലത്തെ നമ്മുടെ ഹിന്ദുക്കളിൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയത് മറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു നാറിയ കഥയാണ് ഈ കഥയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ കഥ രൂപം കൊടുത്ത ഈ കഥ തിരകഥാകൃത്തും സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസറും എല്ലാം ഒന്ന് ആലോചിക്കണം. ഉമ്മൻചാണ്ടി സാറെ ചെയ്തതുപോലെ മറ്റുള്ളവരെ ചെയ്താൽ വിജയിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഉണർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.